ഈ ഭൂമിയിലെ ഓരോ ജീവികളും ലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്താണ് ഇവിടത്തെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെട്ടത്. മീനുകൾക്ക് വെള്ളത്തിനടിയിൽ ശ്വസിക്കാൻ ചെകിളപ്പൂക്കളുണ്ടായി, പക്ഷികൾക്ക് പറക്കാൻ പറ്റിയ ഭാരം കുറഞ്ഞ അസ്ഥികളുണ്ടായി, മഞ്ഞിൽ ജീവിക്കാൻ ധ്രുവക്കരടികൾക്ക് കട്ടിയുള്ള രോമവും കിട്ടി. പക്ഷേ നമ്മൾ മനുഷ്യരുടെ കാര്യമോ? സൂര്യൻ്റെ വെളിച്ചമടിച്ചാൽ നമ്മുടെ തൊലി കരിഞ്ഞു പോവും, എപ്പോഴും നടുവേദന വരും. ഈ ഭൂമിയിലെ മറ്റേതു മൃഗത്തേക്കാളും കഷ്ടപ്പെട്ടും ജീവൻ പണയം വെച്ചുമാണ് മനുഷ്യൻ പ്രസവിക്കുന്നത്. ഇത്രയൊക്കെ ബുദ്ധി വളർന്നിട്ടും ഈ ഭൂമിയിൽ എന്തോ ഒരു പൊരുത്തക്കേടുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരേ ഒരു ജീവി നമ്മളാണ്. ഒരുപക്ഷെ നമുക്ക് ഈ ഭൂമിയുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ ഇവിടത്തെക്കാരല്ലാത്തതുകൊണ്ടാണെങ്കിലോ? പല്ലികളൊക്കെ മണിക്കൂറുകളോളമാണ് കടുത്ത വെയിലത്ത് കിടക്കുന്നത്. നായ്ക്കളും പൂച്ചകളും ആനകളുമെല്ലാം അവരുടെ ജീവിതകാലം മുഴുവൻ ഈ വെയിലത്താണ് നടക്കുന്നത്. അവരെ ഇതൊന്നും ബാധിക്കാറേയില്ല. കാരണം അവരുടെ ചർമ്മവും രോമങ്ങളുമെല്ലാം ഈ സൂര്യന് പറ്റിയ രീതിയിലാണ് പ്രകൃതി ഒരുക്കിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ മനുഷ്യർക്ക് പുറത്തിറങ്ങണമെങ്കിൽ സൺസ്ക്രീൻ എന്ന കെമിക്കൽ ലോഷൻ ശരീരത്തിൽ തേക്കണം. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ സ്വന്തം സൂര്യൻ നമ്മളെ കൊല്ലാൻ നോക്കുന്നു. ലോകത്തിലെ 80% മനുഷ്യരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും കടുത്ത നടുവേദന അനുഭവിക്കുന്നവരാണ്. 4 കാലിൽ നടക്കേണ്ട ഒരു ശരീരത്തെ പ്രകൃതി ബലമായി പിടിച്ചു നിവർത്തി നിർത്തിയതുപോലെയാണ് നമ്മുടെ നട്ടെല്ല്. അതുകൊണ്ട് തന്നെ ഗുരുത്വാകർഷണം കാരണം നമ്മുടെ നട്ടെല്ലിലെ ഡിസ്കുകൾ പെട്ടെന്ന് അമർന്നു പോകുന്നു. കങ്കാരുകൾക്കും ഒട്ടകപക്ഷികൾക്കും ഈ പ്രശ്നമില്ല. കാരണം അവരുടെ ശരീരം നേരെ നിൽക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ്. നമ്മുടേത് എന്തോ തിരക്കിട്ട് അഡ്ജസ്റ്റ് ചെയ്തുണ്ടാക്കിയതുപോലെയാണ്. മറ്റു ജീവികളെ വെച്ച് നോക്കുമ്പോൾ മനുഷ്യൻ്റെ പ്രസവം വളരെ അപകടം പിടിച്ചതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ തല വലുതായതുകൊണ്ട് അത് പുറത്തു വരാൻ വലിയ പാടാണ്. ആധുനിക ചികിത്സയൊക്കെ വരുന്നതിന് മുൻപ് സ്ത്രീകളുടെ മരണത്തിനുള്ള പ്രധാന കാരണം പ്രസവമായിരുന്നു. ഒരു കുതിര വെറും അരമണിക്കൂർ കൊണ്ട് പ്രസവിക്കും. ആ കുട്ടി അപ്പോൾ തന്നെ എഴുന്നേറ്റ് നടക്കുകയും ചെയ്യും. പക്ഷേ മനുഷ്യൻ്റെ കുട്ടി ജനിച്ചാൽ മാസങ്ങളോളം സ്വന്തം തല പോലും നേരെ നിർത്താൻ കഴിയില്ല. മാസങ്ങളോളം മറ്റുള്ളവരുടെ സഹായം വേണം. നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ജോലി നമ്മളെ രക്ഷിക്കലാണ്. പക്ഷേ മനുഷ്യരിൽ ഈ സിസ്റ്റം വായുവിലെ പൊടി, നിലക്കടല, പൂച്ചയുടെ രോമം തുടങ്ങിയ സാധാരണ സാധനങ്ങളോട് പോലും യുദ്ധം പ്രഖ്യാപിക്കും. ഇതാണ് അലർജി. ഒന്നുകിൽ പരിണാമത്തിന് വലിയൊരു തെറ്റുപറ്റി, അല്ലെങ്കിൽ നമ്മുടെ ശരീരം മറ്റൊരു ലോകത്തിനു വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ്. ഭൂമിയിലെ മറ്റു മൃഗങ്ങൾക്കൊന്നും താനൊരു ദിവസം മരിക്കുമെന്ന കാര്യം അറിയില്ല. നാളെ എന്ത് സംഭവിക്കുമെന്നോർത്ത് ഒരു നായയോ ഡോൾഫിനോ വിഷമിക്കാറില്ല. പക്ഷേ മനുഷ്യൻ മാത്രമാണ് താനൊരു ദിവസം ഇല്ലാതാകുമെന്ന പൂർണ്ണമായ ബോധ്യത്തോടെ ജീവിക്കുന്നത്. ഈ പേടി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ മതങ്ങളും തത്വചിന്തകളും വലിയ നാഗരികതകളും വരെ ഉണ്ടാക്കിയത്. ഭൂമിയിലെ എല്ലാ ജീവികളും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവരാണ്. എന്നാൽ മനുഷ്യൻ മാത്രം കാടുകൾ വെട്ടി നശിപ്പിക്കുന്നു, പുഴകൾ മലിനമാക്കുന്നു, അന്തരീക്ഷം തകർക്കുന്നു. നമ്മളിവിടുത്തെ ഈക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടല്ല, മറിച്ച് ഈ ഭൂമിയെ നശിപ്പിക്കാൻ വന്ന ഏതൊക്കെയോ അധിനിവേശ ജീവികളെ പോലെയാണ് ജീവിക്കുന്നത്. 1973 നൊബേൽ സമ്മാന ജേതാവായ ഫ്രാൻസിസ് ക്രിക്ക് ഒരു കാര്യം പറഞ്ഞു: ഡയറക്റ്റഡ് പാൻസ്പെർമിയ. അതായത് ഭൂമിയിലെ ജീവൻ ഇവിടെ തനിയെ ഉണ്ടായതല്ല, ബഹിരാകാശത്തെ മറ്റേതെങ്കിലും ബുദ്ധിയുള്ള ജീവികൾ ബോധപൂർവം ഇവിടെ കൊണ്ടുവന്ന് വിതറിയതാണ്. ഭൂമി ഉണ്ടായി വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ ജീവൻ പ്രത്യക്ഷപ്പെട്ടു എന്നത് ശാസ്ത്രജ്ഞർക്ക് ഇപ്പോഴും ഒരു അത്ഭുതമാണ്. 1969 ഓസ്ട്രേലിയയിൽ വീണ ഒരു ഉൽക്കയിൽ ജീവൻ്റെ അടിസ്ഥാന ഘടകങ്ങളായ അമിനോ ആസിഡുകൾ കണ്ടെത്തിയിരുന്നു. അതായത് ബഹിരാകാശത്ത് ജീവൻ്റെ കണികകൾ ഉണ്ട്. അതുപോലെ ടാർഡിഗ്രേഡുകൾ എന്ന കുഞ്ഞു ജീവികൾക്ക് ബഹിരാകാശത്തെ ശൂന്യതയിലും അതികഠിനമായ തണുപ്പിലും ജീവിക്കാൻ കഴിയും. അപ്പോൾ ജീവന് ബഹിരാകാശത്തിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുമെന്ന് വ്യക്തം. എന്നാൽ ആധുനിക ശാസ്ത്രത്തിന് ഇതിനൊരു മറുപടിയുണ്ട്. അതിനെ എവല്യൂഷണറി മിസ്മാച്ച് എന്ന് വിളിക്കാം. നമ്മൾ നിവർന്നു നടക്കാൻ തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. പരിണാമം വളരെ പതുക്കെയേ നടക്കൂ. അതുകൊണ്ടാണ് നമ്മുടെ നട്ടെല്ലിന് ഇപ്പോഴും ഈ വേദന. പണ്ട് ആഫ്രിക്കൻ കാടുകളിൽ ഓടി വേട്ടയാടാൻ വേണ്ടി ശരീരം രോമങ്ങൾ ഉപേക്ഷിച്ചതുകൊണ്ടാണ് നമുക്ക് വെയിൽ കൊള്ളുമ്പോൾ സൺബേൺ ഏൽക്കുന്നത്. നമ്മുടെ ബുദ്ധി കൂടാനായി തലച്ചോറ് വലുതായതുകൊണ്ടാണ് പ്രസവം ഇത്രയും കഠിനമായത്. എങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹതയുണ്ട്: നമ്മുടെ വളർച്ചയുടെ വേഗത.
50 മില്യൺ വർഷങ്ങളായി ജീവിക്കുന്ന ഡോൾഫിനുകൾ ഇതുവരെ ഒരു ചെറിയ ആയുധം പോലും ഉണ്ടാക്കിയിട്ടില്ല. ചിമ്പാൻസികൾ 4 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് കമ്പുകൾ ഉപയോഗിക്കാൻ പഠിച്ചു, ഇപ്പോഴും അതിൽ തന്നെയാണ്. പക്ഷേ മനുഷ്യൻ വെറും 2 മില്യൺ വർഷം കൊണ്ട് കല്ലായുധങ്ങളിൽ നിന്ന് അണുബോംബിലേക്കും ഗുഹാചിത്രങ്ങളിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്കും വളർന്നു. ഏറ്റവും വിചിത്രമായ ജീവി നമ്മളാണ്. സ്വന്തം സൂര്യനിൽ വെന്തുരുകുന്ന, സ്വന്തം ഭാരം താങ്ങാനാവാതെ നടുവൊടിയുന്ന, എപ്പോഴും ആകാശത്തേക്ക് നോക്കി ഞാൻ ഇവിടെ നിന്ന് വന്നു എന്ന് ചിന്തിക്കുന്ന ഒരു വിചിത്ര ജീവി. ഇനി നമ്മൾ ശരിക്കും ഇവിടെ ഉള്ളവരല്ലെങ്കിലോ?